മഴയുള്ള രാത്രിയായിരുന്നു. റൂംമേറ്റ് അനിത നാട്ടിൽ പോയതുകൊണ്ട് ആര്യ ആ വീട്ടിൽ തനിച്ചാണ്. പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന അവൾ പെട്ടെന്ന് കോളിംഗ് ബെൽ ശബ്ദം കേട്ടു. അവൾ ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം രാത്രി 12:30 കഴിഞ്ഞിരുന്നു. സ്വല്പം പേടിയോടെ അവൾ മുകളിലെ നിലയിൽ നിന്നും സ്റ്റെപ്പിറങ്ങി ഡോറിനരികിലെ വിൻഡോയിലൂടെ നോക്കിയപ്പോൾ പുറത്തൊരു ആൾരൂപം, കറുത്ത റെയിൻകോട്ടും തൊപ്പിയും ധരിച്ച് ഒരാൾ നിൽക്കുന്നു. ഇരുട്ടിൽ അയാളുടെ മുഖം വ്യക്തമാകുന്നില്ല. അവൾ പതുക്കെ ജനൽപ്പാളി തുറന്ന് കുറച്ചിടറിയ സ്വരത്തിൽ ആരാണ്, എന്തു വേണമെന്ന് ചോദിച്ചു. എൻ്റെ പേര് രഘുറാം. കാർ ഇവിടെ വെച്ച് ഒരു ആക്സിഡൻ്റ് ആയി. കാലിൽ ചെറിയൊരു മുറിവുമുണ്ട്. പുറത്ത് നല്ല മഴയായതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം വിശ്രമിക്കാൻ വാതിലൊന്ന് തുറക്കാമോ? ആര്യയ്ക്ക് ഉള്ളിൽ ചെറിയ പേടി തോന്നി. അയാൾ പറയുന്നത് സത്യമാണോ എന്നറിയില്ല. എന്നാൽ അയാളുടെ കാലിൽ നിന്നും രക്തം വരുന്നത് അവൾ കണ്ടു. ഞാൻ ആംബുലൻസ് വിളിക്കാമെന്ന് പറഞ്ഞ് അവൾ ഫോൺ എടുത്തതും, നിങ്ങളൊരു അപകടത്തിലാണ്. ഈ വാതിൽ ഉടനെ തുറന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മരണം വരെ സംഭവിക്കാമെന്ന് അയാൾ പറഞ്ഞു. അടുക്കളയിൽ നിന്നും ഒരു ശബ്ദം അവൾ കേട്ടു. വീടിനകത്ത് ആരോ കയറിയിട്ടുണ്ടെന്നവൾക്ക് മനസ്സിലായി. ഫോൺ എടുത്ത് പോലീസിനെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും മഴ കാരണം നെറ്റ്വർക്കും ഉണ്ടായിരുന്നില്ല. അവൾ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു. അപ്പോഴേക്കും പുറത്തുനിന്ന് അപരിചിതൻ വാതിൽ തുറക്കൂ എന്ന് പറഞ്ഞ് ശക്തിയായി കതകിൽ ഇടിച്ചു തുടങ്ങി. ആര്യ പെട്ടെന്ന് തന്നെ കോണിപ്പടി കയറി റൂമിലെത്തി കതകടച്ചു. അവളുടെ ഹൃദയം പൊട്ടുന്ന പോലെ അവൾക്ക് തോന്നി. അപ്പോഴാണ് അവളത് കേട്ടത്. ആരോ തൻ്റെ മുറിക്കടുത്തേക്ക് വരുന്നത് പോലെ. കതകിൻ്റെ വിടവിലൂടെ അയാൾ മുറിക്കടുത്തെത്തി എന്നവൾ മനസ്സിലാക്കി. മുറി തുറന്ന് അയാൾ തന്നെ അപായപ്പെടുത്തുമോ എന്ന് ഭയന്നിരിക്കുമ്പോഴാണ് പുറത്ത് ഭയങ്കരമായ ശബ്ദം കേൾക്കുന്നത്. രണ്ടുപേർ തമ്മിൽ ഏറ്റുമുട്ടുന്ന ശബ്ദമാണ് എന്ന് അവൾക്ക് മനസ്സിലായി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടുമുറ്റത്ത് ഒരു പോലീസ് വണ്ടി വന്നു നിർത്തി. അതിൽ നിന്ന് കുറച്ച് പോലീസുകാർ വീടിനകത്തേക്ക് വരുന്നത് അവൾ ജനാല വഴി കണ്ടു. മുറിക്ക് പുറത്തെ സംഘർഷം ശക്തമായി. പോലീസുകാർ പരസ്പരം സംസാരിക്കുന്നത് അവൾക്ക് കേൾക്കാം. ആരോ കതകിൽ മുട്ടി. പേടിക്കണ്ട, ഇനി നിങ്ങൾക്ക് വാതിൽ തുറക്കാം. സുരക്ഷിതയാണ് നിങ്ങൾ. ആര്യ എഴുന്നേറ്റ് വാതിൽ തുറന്നു. അവൾ വീടിന് പുറത്ത് കണ്ട അതേ രൂപം. ഹായ്, ഞാനൊരു ഡിറ്റക്റ്റീവാണ്. ഒരു കൊലപാതകയെ പിടിച്ചുകൊണ്ടു പോകുന്നതിനിടയിൽ അയാൾ എൻ്റെ കാലിൽ പരുക്കേൽപ്പിച്ച് ഓടിയതാണ്. അയാളെ പിന്തുടർന്നെത്തിയതാണ് ഞാൻ ഇവിടെ. ഈ വീടിനകത്തേക്കാണ് അവൻ കടന്നു കയറിയതെന്ന് എനിക്ക് മനസ്സിലായി. അതാണ് ഞാൻ ഭയപ്പെടുത്താതെ അങ്ങനെ പറഞ്ഞത്. ഒരുപാട് പേടിച്ചു എന്നറിയാം, ഇനി പേടിക്കേണ്ട, ഒരു പുഞ്ചിരിയോടെ അയാൾ പറഞ്ഞു. അപ്പോഴേക്ക് അയൽവാസികളെല്ലാം അവിടെ എത്തിയിരുന്നു. തൻ്റെ ചുറ്റും നടന്നതിൻ്റെ ഷോക്കിൽ ഒന്നും പറയാൻ പറ്റാതെ സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു ആര്യ. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ലെങ്കിലും അയൽവാസികളെല്ലാം അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ഒരു സംഘർഷം നടന്നതിൽ ഖേദിക്കുന്നുവെന്ന് പറഞ്ഞ് ക്ഷമാപണം നടത്തിയിട്ട് ഡിറ്റക്റ്റീവും പോലീസുകാരും കുറ്റവാളിയെയും കൊണ്ട് അവിടെ നിന്ന് പോയി.